വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ വീഡിയോൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നമ്മൾ പറയില്ലേ, ഒരു വേണ്ടാത്തൊരു വീഡിയോ ആയിപ്പോയി, അതേപോലത്തെ ഒരു വീഡിയോ ആയിപ്പോയി. അപ്പം കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്തതായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പറയണത് പാക്കിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ്, അതിൻ്റെ പ്രൈസ്, അങ്ങനെയൊക്കെയാണ് പറയണത്. ഇതാണ് അതിലെ ആദ്യത്തേത്. കാർഡ്ബോർഡിൻ്റെ പോലത്തെ ബോക്സാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ വോളിയം എത്ര ബൾക്ക് ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഇതേപോലത്തേൽ പാക്ക് ചെയ്യുന്നതാവും നന്നാവുക. അപ്പോൾ ഇതേപോലത്തെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ, ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 500 രൂപയ്ക്ക് 1 കിലോ 1.5 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആയിരിക്കും. അത് കുറേ ഉണ്ടാവും. പിന്നെ നമുക്ക് ജസ്റ്റ് അത് ബോക്സാക്കി മാറ്റിയാൽ മതി. ഇനി സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ ബൾക്കായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാൻ സിംഗിൾ പീസ് വാങ്ങിച്ചതാണ്. അതിൽ പ്രൈസ് കാണുന്നുണ്ടോ, 14-15 രൂപയാണ്. അപ്പോൾ അത് നമുക്ക് ഒക്കൂല, എന്നാൽ പോലും ഞാനൊന്ന് വാങ്ങിച്ചതാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, വല്ലപ്പോഴും ഉപയോഗിക്കാറേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ബബിൾസ് ഉണ്ടാവും, ബബിൾസ് പേപ്പർ, അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുപ്പിയിലൊക്കെ ചിലർ ഓയിലൊക്കെ അയക്കില്ല, അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് വളരെ ചീപ്പായിട്ടുള്ള വേറൊരു ഐറ്റമാണ്. ഇത് നിങ്ങൾക്ക് ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ 200-ൻ്റെ പാക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് പാക്കറ്റ്. അപ്പോൾ അങ്ങനെ സിംഗിൾ ആയിട്ടാണെങ്കിൽ 5 റുപ്പീസൊക്കെ വരും. ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ 2 രൂപയൊക്കെ വരും. അതിന് ഗമ്മ് വരില്ല കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ, അലിഗേറ്റർ ക്ലിപ്പ്, ഇതൊരു ഓർഡറാണ്, ഓർഡർ പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓർഡർ പാക്കിംഗ് ആണെങ്കിലും എൻ്റെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ കാണിക്കാറില്ല. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം എനിക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ വരും, ഒരു ഭ്രമതയാണ്. അപ്പോൾ നമ്മളത് കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാറില്ല. അത് മാത്രമല്ല, എപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടോ ആ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആ പാക്കിങ്ങോ ഒക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതേപോലെ ഒരു അബദ്ധങ്ങൾ ഇതിലും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, ഞാൻ പ്ലാസ്റ്റിക് കവറിൽ ഇടാതെയാണ് ഈ ഹെയർ ബാൻഡ് അതിൻ്റെ അകത്തേക്ക് വെച്ചത്. വീഡിയോ എടുക്കുന്ന തിരക്കിൽ, പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുമായിരുന്നു, ആ ഒരു തിരക്കിലൊക്കെ കൂടി ഞാൻ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഇടാതെയാണ് ഇതിൻ്റെ അകത്തേക്ക് പാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് പിന്നെ പറഞ്ഞുതരാം. ദെൻ ഇതിൽ നമ്മൾ അഡ്രസ്സ് എഴുതുകയാണ് ചെയ്യുക. ഇത് വേറൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്ലവേഴ്സും ഫോം ഷീറ്റിൻ്റെ പീസസും ഒക്കെ ഉണ്ട്. അന്ന് നമ്മൾ ഫോണിൽ 420-യുടെ ഒരു കിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ഓർഡറാണ് ഇത്. അപ്പോൾ അല്ലാതെയും കസ്റ്റമർ കുറച്ചുകൂടി ഹെയർ ബാൻഡൊക്കെ ചോദിച്ചു, അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഉള്ളതാണിത്. അപ്പോൾ ഇതിലും നമ്മൾ കവർ വയ്ക്കാൻ മറന്നു, പക്ഷേ ഈ ഒരു ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇതിൽ 3 എണ്ണം ഞാൻ ഒരുമിച്ചാണ് അയച്ചത്. ഒരു വലിയ അബദ്ധം എന്താ പറ്റിയെന്ന് വെച്ചാൽ, നമുക്ക് പബ്ലിക് ഹോളിഡേ ആയിരുന്നു ഫ്രൈഡേ, നബിദിന ആയതുകൊണ്ട്. അപ്പോൾ അത് മറന്നിട്ടാണ് ഞാൻ കുട്ടികളെ ഈ പാക്കിങ്ങൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെത്തി തിരിച്ചു പോന്നു. ഭയങ്കര മഴയായിരുന്നു. പിന്നെ നാട്ടിലേക്ക് കോഴിക്കോടേക്ക് പോയി. അവിടുന്ന് ഇതേപോലെ മഴയത്ത് 2 ദിവസമൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. 2 ദിവസം ഹോളിഡേ ആയിരുന്നു, പിന്നെ സൺഡേ ഒക്കെ ആയിട്ട്. അപ്പം എന്താണ് സംഭവിച്ചത് വെച്ചാൽ, ഈ 3 പാക്കിങ്ങിൽ 1 ഡാമേജ് ആയിട്ടാണ് കസ്റ്റമറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കുന്നത്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചു. ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പറയുമ്പോൾ ബൾക്ക് ഓർഡർ ആയിരുന്നു, എന്നിട്ട് പോലും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. പക്ഷേ വേറെ ആ ഹെയർ ബാൻഡില്ലേ, വൈറ്റ് കളർ, അപ്പോൾ അതിന് കുറച്ച് ഡാമേജ് പറ്റി അവിടെ എത്തിയപ്പോഴേക്ക്. പക്ഷേ പ്രൊഡക്റ്റ് നഷ്ടമൊന്നും ആയില്ല, എന്നാൽ പോലും ഡാമേജ് പറ്റി. കസ്റ്റമർ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളെ കട്ട സപ്പോർട്ട് ആയതുകൊണ്ട് അവർ സാരല്ലേ ചേച്ചി, അവർ കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ പോലും എനിക്കതൊരു എന്തോ പോലെ ആയി. അപ്പോൾ ഇനി മുതൽ നിങ്ങളും ഓർഡറൊക്കെ അയക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഞാനും ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യമായിട്ടാട്ടോ അങ്ങനെ പറ്റണത്. അപ്പോൾ അവരോട് പ്രത്യേകം ഞാൻ ഇതിലും കൂടി ക്ഷമ ചോദിക്കുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ അധികവും വീഡിയോയ്ക്ക് മാത്രമായിട്ട്, ഇപ്പോൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ സെയിൽസ് ചെയ്യാറില്ല. അതൊക്കെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കാറുള്ളത്. ഞാൻ സെയിൽസ് ചെയ്യണതൊന്നും ഇതിൻ്റെ അകത്ത് ഇടാറുമില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓർഡർ കുറയുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ മിസ്റ്റേക്ക് പറ്റും. അതപ്പോൾ എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. അപ്പോൾ നമ്മളെ
ബിസിനസ് ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫൊക്കെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണത് ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റാറുണ്ട്, എന്താണെന്ന് അറിയില്ല. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ പറ്റിയതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അവരോട് സോറി ചോദിക്കുന്നു. എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലത്തെ കവറിലിടുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഇടുക കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പറ്റിയത്. അപ്പോൾ നമ്മളിവിടെ അഡ്രസ്സൊക്കെ എഴുതി വന്നിട്ടുണ്ട്. ദെൻ പ്രൊഡക്റ്റ് എല്ലാം കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യണത്. ഹെയർ ബോസ് ഇങ്ങനെയാണ് വെക്കുന്നത്, അപ്പോൾ അത് പരന്ന് നിന്നോളും. ദെൻ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക. ഞാൻ ഈ വീഡിയോ ക്യാമറേൻ്റെ മുന്നിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറന്നുപോയി, എന്താണെന്നറിയില്ല. പ്ലാസ്റ്റിക് കവേഴ്സ് ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ കിലോ കണക്കിന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. 1 രൂപയ്ക്കൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടും. പക്ഷേ ബൾക്ക് നിങ്ങൾ ഭയങ്കര ഓർഡേഴ്സൊന്നും ഇല്ലെങ്കിൽ ബൾക്കായിട്ടൊന്നും വാങ്ങിക്കേണ്ട. ഒരു 20 രൂപയ്ക്ക് 10 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. ദെൻ ആമസോണിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കവറില്ലേ, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് ചെറുതിന് 2.5, വലുതിന് 3 റുപ്പീസ്, പിന്നെ 5, 7, 16 അങ്ങനെ വലിപ്പം അനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അതും ഇതേപോലെ കിലോ കണക്കിന് വാങ്ങിക്കുകയാണെങ്കിലേ ഉള്ളൂ നല്ല റേറ്റ് കുറയുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല, ഞാനൊരു 30 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൂ, കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു, അഡ്രസ്സ് എഴുതി. ഇനി ഇതൊന്നും കൂടി നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഒട്ടിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, കസ്റ്റമേഴ്സൊക്കെ വളരെ ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റുമ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചേച്ചി സാരമില്ല, അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ല, അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഓക്കെ ആക്കി ഉണ്ടായിട്ടോ. എന്നാലും എനിക്ക് എന്തോ ഒരു പോലെ. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, വലിയ കാര്യത്തിൽ ഞാൻ പാക്കിങ്ങൊക്കെ കാണിച്ചിട്ട്. പക്ഷെ പിന്നെ എടുത്ത് വെച്ചത് കൊണ്ടും ആ തിരക്കിൽ അത്രയും കഷ്ടപ്പെട്ട് എടുത്തല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിവിടെ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങൾ, ശരിയാണ്, നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ ഉള്ളൂ നമ്മൾ ഓരോന്ന് പഠിക്കുള്ളൂ. ഇങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി മുതൽ പാക്കിങ് കുറച്ചുകൂടി ശ്രദ്ധിക്കുമല്ലോ. ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ, ഇത് നല്ല അടിപൊളിയിൽ നിന്നിട്ടുണ്ടായി. പിന്നെ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കാറ്. അപ്പോൾ അവർ പ്രൊഡക്റ്റ് കിലുങ്ങാൻ പാടില്ല, അതായത് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലാണ്ട്. അപ്പോൾ നിങ്ങൾ അലിഗേറ്റർ ക്ലിപ്പൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അത് നല്ലോണം സെക്യൂർ ചെയ്ത് വെക്കാം. ദെൻ ഇതാണിപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ആമസോണിൽ ഇതിലൊക്കെ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഹസ്ബൻഡാണ് ക്യാഷ് കൊടുത്തത്. 5 രൂപയാണോ 3 രൂപയാണോ ഡൗട്ടുണ്ട്, എന്തായാലും 5 രൂപയിൽ കൂടുതലില്ല. ഇതൊക്കെ കിലോ കണക്കിന് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ 500ൻ്റെ പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഉള്ളത്, കുറേ ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു മീഡിയം സൈസാണ്. ഇതിൻ്റെ ചെറിയ കവർ തൊട്ട് അവൈലബിൾ ആണ്, 2 രൂപ തൊട്ട് അവൈലബിൾ ആണ്, 14 രൂപ വരെയുള്ള കവറുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഗം ഉണ്ടാകും ഇവിടെ. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സൈസ് അനുസരിച്ച് ഒട്ടിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഉറപ്പുണ്ടാകും. ക്ലോത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറിലും കൂടി ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് അഡ്രസ്സൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.